ഓലക്കുടിലിന്റെ ഉള്ളിൽ കീറ പായ വിരിച്ച് ഓർത്തു വെച്ചിരിക്കണമത്തു നിന്നെ കണ്ണു വെച്ചു അത്രകാരൻ നമ്മത് കാക്ക എപ്പോ വരുമെന്ന് ഓർത്തു ചിരിക്കാണോ. എടാ നമ്മുടെ സൂഫി ഇതിലും വലിയത്രയില്ല അതല്ലേ. അല്ല എപ്പോ ഡിസ്ചാർജ് ആയി? ഇന്നലെ സുഖം തന്നെയല്ലേ? സൂഫിയാക്ക നിങ്ങൾക്ക് തല്ലുണ്ടെന്ന് അറിഞ്ഞേക്ക് ഞങ്ങളൊരു ലോറിയിൽ അങ്ങോട്ട് വന്നാണ് കൂരാട്ടേക്ക്. അപ്പോ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അറിഞ്ഞു. ഞങ്ങളൊന്ന് വൈക്കൊന്ന് മടങ്ങിപ്പോന്നു. സുഫിയാക്ക, സമ്മേളന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? എന്റെ മോനെ, വർഷങ്ങൾക്ക് ശേഷം വലിയൊരു സമ്മേളനം നടക്കല്ലേ. ഞാൻ കുറച്ച് വെള്ളം വെക്കാൻ പോയതാ. എന്നിട്ടെന്താ സംഭവിച്ചേ? വലിയ താടിയുള്ള ഒരാൾ വന്നിട്ട് ഇതിനെന്താ വില എന്ന് വെച്ചാൽ അവന് 100 റുപ്യ, ഇതിന്റെ ഇരട്ടിയുണ്ട് ഇതിന് 150 റുപ്യ, 50 റുപ്യ കുറവാണ്. അപ്പൊ ആ താടിക്കാരൻ ചോദിക്കുക ഇതെന്ത് വെള്ളം എത്ര വില കൂടുതൽ? അപ്പൊ ഞാൻ പറഞ്ഞത് മന്ത്രിച്ച വെള്ളമാണ്, അതാണ് ഇത്ര വില കൂടുതൽ. അപ്പൊ വേറൊരു താടിക്കാരൻ വന്നിട്ട് ചോദിച്ചു മുടി ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മുടിയില്ല, മൂടയുണ്ട്. ഈ മൂടക്ക് എത്ര? 200 റുപ്യ. അപ്പൊ ഒരു താടിക്കാരൻ ചോദിച്ചു ഇതെന്ത് ആനമുട്ടയാണോ, എന്താ 200 റുപ്യാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ആനമുട്ടല്ല, സേർ ചെയ്ത മുട്ടയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പൊ ഒരുത്തൻ ചോദിച്ചു ഈ മുട്ട എന്തിനാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് സുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ചാൽ അവൻ അപ്പൊ തന്നെ മുജാഹിദാവും. അപ്പൊ ഒരുത്തൻ ചോദിച്ചു ഇത് മുജാഹിദ് കുടിച്ചാലോ. എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മുജാഹിദ് കുടിച്ചാൽ ചേകന്നൂരാവും. എന്റെ മോനെ, എനിക്ക് ആ പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ സുഫിയാക്ക ഞങ്ങള് കണ്ണു തുറന്നപ്പോ ഫാന് കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. ഫാനൊന്നും കറങ്ങണ കാണാൻ ഞാൻ കണ്ണു തുറന്നിട്ടില്ല. അതിനു മുമ്പ് ചെവിയിലങ്ങനെ പാട്ടടിച്ചു കയറുക. മാണിക്കമലരായ പൂവി മദിയാങ്കദീജ ബീവി. ഞാൻ എവിടുന്ന് അങ്ങനെ പാട്ട് കേൾക്കണ നോക്കിയപ്പോ ഡോക്ടർമാരെങ്ങനെ പോക്കറ്റിന്ന്, പിന്നെ നേഴ്സുമാരെയും ആരുടെത്തുനിന്ന്. നേഴ്സുമാരൊക്കെ ഫോൺ ഇവിടെ വെച്ച് അതാ അവിടുന്ന് പാട്ട് കേട്ട്. സുഫിയാക്ക, ഞാൻ ഉദ്ദേശിച്ചൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ ഒരു സൂത്രം ഉണ്ടോ? ആ പെണ്ണിനങ്ങ് കെട്ടിയാ പോരെ? അതല്ല, ആ പെണ്ണിനെ ഒന്ന് വളച്ചുകൊണ്ടുവരാനേ എന്തൊരു സൂത്രം ഉണ്ടോന്നാ. അതറിയെങ്കിൽ ഞാൻ നല്ല കാലത്ത് കല്യാണം കഴിക്കൂലേ. അപ്പൊ സോഫിക്ക, മുജാഹിദിന് ഈ മുട്ട കൊടുത്താല് ചേകന്നൂരാവെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ജാവിദ ടീച്ചർക്ക് കുടിക്കാൻ കൊടുത്താലോ? ഈ മുട്ട കുടിപ്പിക്കണവന്റെ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജാമ്യ ടീച്ചർ വോട്ട് പിടിച്ചു കൊടുക്കും. ഹായ്, ഞാൻ രഞ്ജന ഗ്രസ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.